നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. FC ബാഴ്സലോണ അവരുടെ ഗോൾ കീപ്പറായിട്ട് വോയിചെക് ഷെസ്നിയെ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ അടക്കം അത് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. അധികം വൈകാതെ അദ്ദേഹത്തിന് മെഡിക്കൽ ടെസ്റ്റ് നടക്കുകയും ബാഴ്സലോണ ടീമിൽ ജോയിൻ ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ട് ബാഴ്സലോണ ഇങ്ങനൊരു നീക്കം നടത്തുന്നു? 5 റീസൺസ് അതിന് പുറകിലുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഇപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഗോൾ കീപ്പർ ഷെസ്നി തന്നെയാണ്. ആ സ്യൂട്ടബിലിറ്റിയുടെ 5 കാരണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ കെയ്ലർ നവാസിനെയൊക്കെ അവർ പരിഗണിച്ചിരുന്നു. അത് ഫബ്രീസിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കെയ്ലർ നവാസ് വേണ്ട, മറിച്ച് ഷെസ്നി മതി എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്താണ്? അത്തരമൊരു നീക്കത്തിനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 34-കാരനായിട്ടുള്ള താരം ഷെസ്നി തീർച്ചയായിട്ടും നവാസിനേക്കാൾ യങ്ങറാണ്. പിന്നെ 34 വയസ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആവശ്യത്തിനുണ്ട്. നവാസിന് എക്സ്പീരിയൻസ് ഇല്ല എന്നല്ല, കുറച്ചുകൂടി പ്രായക്കുറവും കുറച്ചധികം അവർക്ക് ഉപയോഗപ്പെടുത്താനും കഴിയുന്ന താരം എന്ന നിലക്കാണ് ഷെസ്നിയിലേക്ക് പോകുന്നത്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റീസൺ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. 34 വയസ്സുകാരനായിട്ടുള്ള താരത്തെ ഇപ്പോൾ കൊണ്ടുവരാനുള്ള കാരണം, നിലവിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾ നോക്കുക. ഇനാക്കി പെന, അതുപോലെ അസ്ട്രാലഗ തുടങ്ങിയവരാണ്. ഇനാക്കി പെനയ്ക്ക് 25 വയസ്സ്, അസ്ട്രാലഗയ്ക്ക് 20 വയസ്സ്, ഡിയേഗോ കോച്ചിനാണെങ്കിൽ 18 വയസ്സ്. ഇങ്ങനെയൊക്കെയുള്ളതാണ് അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ഗോൾ കീപ്പിംഗ് ഓപ്ഷൻസ്. അപ്പോൾ അവർക്ക് മുന്നിൽ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ഗൈ വേണം, അതും മികച്ച രൂപത്തിൽ കളിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു താരം വേണം എന്നുള്ളത് കൊണ്ടാണ് ഷെസ്നിയെ ഇപ്പോൾ സൈൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രൂവൻ ട്രാക്ക് റെക്കോർഡാണ്. ഷെസ്നി വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ്. ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു എന്നുള്ളത് ഫിസിക്കലി അദ്ദേഹം പുറകോട്ട് പോയതുകൊണ്ടല്ല. അദ്ദേഹം വന്നത് പറഞ്ഞത് എൻ്റെ ഹാർട്ട് അങ്ങനെ പറയുന്നു എന്നാണ്. അതായത് മാനസികമായിട്ട് അദ്ദേഹം കളിയിൽ നിന്ന് വിട്ടു നിൽക്കാനും ഫാമിലിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പ്രൊഫഷണൽ ഫുട്ബോൾ അവസാനിപ്പിച്ചത് എന്നല്ലാതെ ഫിസിക്കൽ എബിലിറ്റിക്ക് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഓക്കെയാണ്, ഇപ്പോഴും ഗുഡ് ഷേപ്പിലാണ് താരമുള്ളത് എന്നുള്ളത് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള മറ്റൊരു കാരണമായിട്ട് മാറി. പിന്നെ ചാമ്പ്യൻസ് ലീഗ് എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നേരെ അദ്ദേഹത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ കളിപ്പിക്കാൻ പറ്റും. FC ബാഴ്സലോണക്ക് ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ടെർ സ്റ്റെഗൻ ഇല്ല, അദ്ദേഹം പുറത്തു പോകുന്ന ഘട്ടത്തിൽ UEFAയുടെ മറ്റു റൂൾസ് ഒന്നും ബ്രേക്ക് ചെയ്യാതെ തന്നെ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാനും പറ്റും, അദ്ദേഹത്തെ കളിപ്പിക്കാനും പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റിയാണ്. ഇപ്പോൾ ടെർ സ്റ്റെഗൻ 7-8 മാസക്കാലം പുറത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാലറിയുടെ ഒരു 80% ബാഴ്സലോണക്ക് ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ ഇക്കണോമിക് സ്റ്റാൻഡ് പോയിന്റിലും ഫീസിബിളാണ് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് മറ്റൊരു കാരണം. പിന്നെ സ്മൂത്ത് അഡാപ്റ്റേഷനാണ്. ഈ ബിഗ് മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ളൊരു താരം, ലെവൻഡോസ്കിയെ പോലെയുള്ള കളിക്കാർ, അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള കളിക്കാർ ബാഴ്സലോണ ഉള്ളപ്പോൾ അഡാപ്റ്റേഷൻ എളുപ്പമാകും എന്നുള്ളതും ഒരു കാരണമാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷെസ്നിയെ ബാഴ്സലോണ ടീമിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.